താൻ അഴിമതിക്കാരനാണെന്ന് CPM സൈബർ വിഭാഗത്തിൽ ആഘോഷിക്കാനുള്ള ഒരു അവസരമൊരുക്കലാണ് ചിന്നക്കനാൽ ഭൂമി കൈയേറ്റവുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസെന്ന് മാത്യു കുഴൽനാടൻ. നരേന്ദ്രമോദിക്ക് EDയെ പോലെയാണ് പിണറായി വിജയന് വിജിലൻസ് എന്നും കുഴൽനാടൻ പറഞ്ഞു. ഏതുതരം അന്വേഷണവുമായും സഹകരിക്കും. ഭൂമി വാങ്ങിയ സമയം ക്രമക്കേടുള്ളതായി അറിവുണ്ടായിരുന്നില്ലെന്നും കുഴൽനാടൻ പറഞ്ഞു. അല്ല, ക്രമക്കേട് ഞാൻ വാങ്ങുന്ന സമയത്ത് ആ ഡോക്യുമെൻറ്റിൻ്റെ ഡ്യൂ ഡെലിജൻസ് നോക്കിയാൽ ഒരു നിലക്കുള്ള ക്രമക്കേട് അതിൻ്റെ അകത്ത് വിസിബിൾ ആയിരുന്നില്ല. ഇല്ല, അവരുദ്ദേശിക്കുന്നത് ഇതിന് മിച്ചഭൂമി കേസ് നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് ഞാൻ കേട്ടത്. അതായിരിക്കും 2008 മുതൽ അങ്ങനെ എന്തോ പ്രൊസീഡിങ് ഈ ഭൂമിക്കെതിരെ ഉണ്ടായിരുന്നു അറിഞ്ഞിട്ടു എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതറിയാനുള്ള ഒരു വ്യവസ്ഥാപിതമായ മാർഗമെന്ന് പറയുന്നത് സർക്കാരിൻ്റെ റവന്യൂ രേഖകളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. അതറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു ട്രാൻസാക്ഷൻ ഞാൻ നിന്നാൽ ദാറ്റ് ഈസ് ട്രൂ. ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ ഭൂമി സംബന്ധിച്ച് അങ്ങനെ സർക്കാർ രേഖകൾ അങ്ങനെ ഡ്യൂ ഡെലിജൻസിൽ ഈ ഭൂമിക്ക് ഒരു പ്രോബ്ലം ഉള്ളതായി ഒരു രീതിയിലും കണ്ടെത്തിയിട്ടില്ല. മാത്രമല്ല, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, എനിക്ക് ഭൂമി തന്നവരെ സംബന്ധിച്ച് എനിക്ക് നല്ല ബോധ്യവും ധാരണയുള്ളവരാണ്. അവർ ആ നിലയ്ക്കുള്ളൊരു കാര്യം ഒളിച്ചും മറച്ചും വെച്ച് എന്നോടും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് CPM അല്ലെങ്കിൽ CPM സഖാക്കളെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിനോ പ്രേരിപ്പിക്കാൻ വേണ്ടി അവരെ ആ നിലയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്ത ഒരു FIR എന്ന് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസത്തെ നറേറ്റീവാണല്ലോ മാത്യു കുഴൽനാടൻ അഴിമതിക്കാരനും പിണറായി വിജയൻ ശുദ്ധനായ സംശുദ്ധനായ പരിശുദ്ധനായ രാഷ്ട്രീയക്കാരനും എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ FIR. ഇതൊക്കെ ജനം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഇങ്ങനെയൊന്നും എക്കാലവും എല്ലാവരെയും കബളിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നത് പിണറായി വിജയൻ്റെ വെറും മിഥ്യാധാരണയാണ്.